ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗാരോഹണ തിരുനാൾ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞ് 40-ാം ദിവസമാണ് സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നത്. തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം 40-ാം ദിവസം ശിഷ്യന്മാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവായ ഈശോ മിശിഹ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗാരോഹണത്തിന് അവരും സാക്ഷികളായി. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വളർത്തുന്നതും അതേക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതുമാണ് സ്വർഗാരോഹണം. സ്വർഗം നമുക്ക് ഉറപ്പാക്കാനും സ്വർഗത്തിൽ നാമും അവിടത്തോടു കൂടി ആയിരിക്കുന്നതിനും വേണ്ടിയാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയേറിയത്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. സ്വർഗാരോഹണം ചരിത്രത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണാനന്തര ജീവിതവും യുഗാന്ത്യോന്മുഖമായ പല യാഥാർത്ഥ്യങ്ങളും കർത്താവിൻ്റെ സ്വർഗാരോഹണം വെളിപ്പെടുത്തുന്നു. സ്വർഗാരോഹണത്തിൽ കർത്താവ് സകല സൃഷ്ടികളുടെയും ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നു. സ്വർഗസ്ഥ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണതയാണ് സ്വർഗാരോഹണം. സ്വർഗാരോഹണത്തിലൂടെ മനുഷ്യരക്ഷകനും നാഥനുമായ കർത്താവ് നമുക്ക് നൽകുന്ന സമ്മാനം സ്വർഗമാണ്. നമ്മുടെ ശരീരത്തെ വിശുദ്ധമായും സുന്ദരമായും സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ആമേൻ.